ബാബേ സാബുണ്ണ ബാബു ഞാനാണ് വാസുവടെ. ഇത് അലന്റെ ഒരേ ഒരു രാജാവ് സാബുമോൻ. ദുബായിലെ ഒരേ ഒരു സെലിബ്രിറ്റി. എവിടെ ഉണ്ട്? നമ്മള് ഡ്രഡ് ഷോപ്പിൽ നിൽക്കുന്ന മല്ലി. എനിക്ക് ഒറ്റപ്പെടുത്തി കാരണം കുറച്ച് താടി വന്നത് എടുക്കാൻ വേണ്ടിട്ട് വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. മല്ലി സർപ്രൈസ് കൊടുക്കണ്ടേ? അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ ഇല്ല. ഇല്ലേ ഞാൻ സാധനമൊക്കെ കൊണ്ടുവന്നായിരുന്നേ. സാധനം കൊണ്ടുവന്ന് അവിടെ പുഴുകി വെച്ചാൽ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ നോക്കുമ്പോ ഒരുത്തിയില്ല. അല്ലാത്തപ്പോ ഇവിടെ ക്രിസ്റ്റിയുടെയും മറ്റേ അവന്റെ ഒക്കെ കൂടെ കിടന്ന് അങ്ങോട്ട് കൊടുക്കുക വരവെന്നാണ് എല്ലാം ഇവിടെ. ഇന്നൊന്നും സ്നേഹം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരുത്തിയില്ല സിറ്റിയില്. എനിക്ക് സ്നേഹം കൊടുക്കാൻ സിറ്റിയിൽ ആരും ഇല്ലേ? മല്ലി അതാണ് പറയാ. തൽക്കാലം അലീനക്ക് സ്നേഹം കൊടുത്തു നോക്കിയല്ലോ. എന്നിട്ട് വർക്ക് ആവണമെങ്കിൽ നാളെ എനിക്ക് കൊടുക്കാം. ചന്ദ്ര സമ്മതിക്കോ? ചന്ദ്ര ഇവിടെ സിറ്റിയിലുണ്ടോ? മല്ലി നിർബന്ധിച്ചാ ഒന്നും പറയില്ല. എടാ ബാബു, നീ ആ ബാബുവിനെ കൂടെ കൊണ്ട് നടക്കുന്നത് ഇതിനാണല്ലേ? ടോർച്ചർ ചെയ്ത് നിർത്തിയതേ ഉള്ളവനെ. ഞാൻ എവിടെ ഉണ്ടെന്നറിയോ? നമ്മൾ ലാസ്റ്റ് പൊന്തക്കാടിൽ എസ്കേപ്പ് ആയല്ലേ? ഓ മനസ്സിലായി. ഞാൻ ചന്ദ്രൻ അങ്ങോട്ട് വരാം. അലീനയുണ്ട്. ആണേലും മറ്റേ ഏതവനാണേലും നല്ല വെടിവെക്കാൻ അറിയാവുന്ന പിള്ളേർ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് പോയാൽ ഗ്രൈൻഡും ചെയ്യും. വെടിവെക്കാൻ അറിയാവുന്ന ഇഷ്ടം പോലെ അതിനെ കിട്ടും. 5 മിനിറ്റ് കത്തിറങ്ങാവില്ല അഭിനയിച്ചിട്ട് ഇറങ്ങി വെടിയൊക്കെ എല്ലാവർക്കും പറ്റും. അതെ 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 അതെ. ആള് വരുമ്പോ ചത്ത പോലെ അഭിനയിച്ച് നടന്നിട്ട് തിരിഞ്ഞോട് റീലോഡ് ചെയ്യുമ്പോ ഇറങ്ങി അടിക്കാൻ ആർക്കാണ് പറ്റാത്തത്? നമുക്ക് പറ്റൂലേ ബാബു? എടാ ബുള്ളറ്റ് എന്നോട് പറഞ്ഞല്ലോടാ. ബുള്ളറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞല്ലോടാ. അന്ന് ആ ക്ലച്ച് ദിവസം നിന്റെ ലൈവിലിരുന്ന് പെടുത്ത് ഗെയിമിംഗ് റൂം ആകെ നാശമായി നാറിയെന്ന് ബുള്ളറ്റ് പറഞ്ഞല്ലോടാ ഞങ്ങടുത്ത്. മോപ്പ് കൊണ്ട് അത് തുടക്കണ വരെ പാനിക് ആവൂല്ലത്. അവൻ പാനിക് ആവുന്നത്. ചന്ദ്ര പാനിക്കിനെ പറ്റി പറയല്ലേ. ഇവിടെ ആൾക്കാർക്ക് കൊള്ളും. ഇവിടെ വേറെ ആൾക്കാർക്ക് കൊള്ളും. പാനിക്കിനെ പറ്റി പറയരുത്. പാനിക്കാവില്ലടാ ഞാൻ പാനിക്കാവില്ലടേ. എങ്ങാനും നിന്റെ അരയിങ്ങനെ തോക്കിരുന്ന് പൊട്ടി നീ വേണമെങ്കിൽ താഴെ വീണ രണ്ടുണ്ടെങ്കിൽ എടുത്ത് കേറ്റാൻ നോക്ക്. അങ്ങനെ രണ്ടുണ്ടാവട്ടെ. പൊങ്ങി 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 ഏട്ടാ. സാധനം വിഷയമായത് ഇനിയിപ്പോ ഇനി പിടിച്ചാ കിട്ടൂല ഏട്ടാ. പൊങ്ങി. അപ്പൊ എന്താണ് ഇന്നത്തെ അജണ്ട? ബാബു ഇങ്ങോട്ട് വന്നേ. ബാബു ഇങ്ങോട്ട് വന്നേ. ബാബു മാത്രം. ഇത് 60 FPS ആക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. 60 FPS ആക്കിയിട്ട് സ്ക്രീൻ ടൈപ്പ് റിഫ്രഷ് ഫുൾ സ്ക്രീൻ എക്സ്ക്ലൂസീവ് 300 Hz ആണ് ഇപ്പൊ കിടക്കണേ. നമുക്ക് 60 ഇത് ചെയ്യാം. ഓക്കെ 60 Hz ആക്കാം. എന്നിട്ട് നമുക്ക് വേസിംഗ് ഓൺ ആക്കി ഇടാം. ലാഗ് കുറയോ നോക്കാം. എടാ കേക്കാം 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 കേക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. പൂഞ്ചന്മാരെ ഒഴിവാക്കാൻ പറഞ്ഞ ചന്ദ്രൻ പറഞ്ഞോ പോയിട്ട് വരെ ഇങ്ങനെ സെൽഫോളം ഉണ്ട. അലീനയുടെ പ്രതീക്ഷ എന്തിനാണ്? അങ്ങനെയല്ല, ചന്ദ്രന്റെ ഉള്ള പ്രതീക്ഷ എന്തിനാണ്? ചന്ദ്രന്റെ എന്തൊക്കെ കിട്ടണമെന്നാണ് അലീനയുടെ ആഗ്രഹം? സ്നേഹം, കരുതൽ, വാത്സല്യം. ഇതൊക്കെ സജിക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല, അലീനക്ക് വേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ മലയാളത്തിലെ പടങ്ങളല്ലേ? സ്നേഹം, വാത്സല്യം, കാരുണ. കുട്ടി ഇതല്ല, കുറച്ച് ഞങ്ങള് ഇത്
എന്തര് ഞങ്ങളിവിടെ ചെറിയൊരു മീറ്റിംഗിലാ. നീ 1105 അടുത്ത് വാ. പറ അലീന. അതന്നെ സ്നേഹം, കരുതൽ, ബോയ് ഫ്രണ്ടിന്റെ ആ ഒരു കരുതൽ, ഈഗോ ഇല്ലാത്ത ഒരു ലിപ്സ്റ്റിക്. ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ എന്ത് കൊടുത്താലാണ് അലീനയ്ക്ക് പെട്ടെന്ന് സന്തോഷം വരുന്നത്? ഈ പറയുന്ന സ്നേഹം, കരുതൽ ഇതെല്ലാം ചന്ദ്രന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടോ അലീനയ്ക്ക്? അലീനയ്ക്ക് ബെസ്റ്റ് ഉണ്ടോ? ഇല്ല, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആരാണ്? ഞാനാണ്. അതിപ്പോ ജസ്റ്റ് ഫ്രണ്ടായി ബാബു സെറ്റ്. ഞാൻ ജസ്റ്റ് ഫ്രണ്ടായി അവോയ്ഡ് ആക്കിയ. അല്ലല്ല, ഞാൻ ഒരു കാര്യം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അലീന എലിയായിട്ട് സംസാരിക്കാറില്ലേ? ഇന്നലെ കൂടെ സംസാരിച്ചല്ലോ. എന്നെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? എന്റെ എന്തെങ്കിലും കുറവുകളും എല്ലാം പറയാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ഇന്നലെ ഒരു മാറ്റം വന്നില്ലേ, ശ്രദ്ധിച്ചായിരുന്നോ? മാറ്റോ? എലിയെ കണ്ടവരോട് ചോദിക്കണ്ടേ? ആ മാറ്റമല്ല, സംസാരത്തിലെ മാറ്റം. ഓ, ഞാൻ ഈഗോ മാറ്റി അങ്ങോട്ട് വിളിച്ച് എലിവാവേന്ന് വിളിച്ചപ്പോഴാണ് അവള് ഈഗോ മാറ്റി സംസാരിച്ചത്. അത് മാറ്റം എങ്ങനെ? എന്റെ അല്ലേ മാറ്റം? അപ്പം വാസുവേട്ടാന്ന് വിളിച്ചത് ഞാൻ എലിവാവേന്ന് വിളിച്ചുകൊണ്ടാണ് വാസുവേട്ടാന്ന് വിളിച്ചത്. അല്ല, ആണ്. ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എലിവാവേന്ന് വിളിച്ച്, അന്നേരമാണ് വാസുവേട്ടാന്ന് വിളിച്ചത്. ഞാൻ കുറച്ച് എലി ഉപദേശിച്ചായിരുന്നു. എന്തിനു പറഞ്ഞു? മാറ്റി വെച്ച് ഇഷ്ടം അങ്ങോട്ട് കാണിച്ചു നോക്കാൻ പറഞ്ഞു, മനസ്സിലായ? അപ്പൊ എനിക്ക് വന്ന മാറ്റം പൊന്നെ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എലിയെ കാണണം, സത്യം പറയല. എനിക്ക് അങ്ങനെ മാറ്റമൊന്നും തോന്നിയില്ല കേട്ടാ. ഞാനായിട്ട് മാറി ഈഗോ ഒക്കെ മാറ്റി വെച്ച് ബിഹേവ് ചെയ്യാന്ന് വിചാരിച്ചോണ്ടാണ്. ഞാൻ ഒരാണിനും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എലി ചെയ്തത്. ഒരു ദിവസം മലയാളിയിലെ വായിൽ 2 കിലോ പഴം അടിച്ചിറക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, അത് കഴിഞ്ഞിട്ടും അതൊക്കെ ക്ഷമിച്ചും പുറത്തും വാവേന്ന് ഈ വാ കൊണ്ട് മുതൽ വിളിക്കണമെങ്കിൽ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ എത്രത്തോളം താഴെ ഇറങ്ങി അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം. ഇവ ചില സമയത്ത് എന്നെ ഊക്കോണോ കൂടെ വയ്ക്കണോ എനിക്ക് നല്ല സംശയമുണ്ട്. ഈ 20 ഡീൽസ് നോക്കി ഇതിൽ ആർക്കാണ് സ്നേഹം കൂടുതൽ? മുലലിക്കാണ്. ചെറിയ ചെറിയ വാശി ഇതൊക്കെ ഉണ്ട്, അത് ഏതൊരാണിനും ഉള്ളതല്ലേ. ചന്ദ്രനില്ല വാശിന്റെ ശിവ, അതറിയാം. അവൻ ചന്ദ്രനെ പോലെ ആവാൻ പറ്റൂല, എല്ലാവർക്കും കാണിക്കുന്നില്ല. അതാണ് അതെ. കാറൊന്നും വേണ്ട, ഓടിക്കാറുണ്ട്, ലൈസൻസ് ഇല്ല. കാർ വാങ്ങിച്ചു കൊടുത്ത ക്യാപ്പി ആവൂലേ? അപ്പോ ഈ ഇടയ്ക്ക് ഏതോ 3-4 പയ്യന്മാര് ചേർന്ന് 25 ലക്ഷത്തിന്റെ കാറ് വാങ്ങിച്ചു കൊടുത്തപ്പോ അവിടെ കിടന്ന് പട്ടി മോനടക്കം മോങ്ങിനാണ്. ഓ വേണ്ട, കാറ് വേണ്ട ഏട്ടാ. ഹലോ മള്ളി കുറെ നേരമായിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു. ഇവിടെ ഫയറെല്ലാം കേട്ട് ഞാൻ ഇറങ്ങി ഓടി, വീടിന് തീ പിടിച്ചെന്ന് പറഞ്ഞു. ആരോ ഉണക്കമീൻ ചുട്ടപ്പോ പുക വന്നതിന്റെ എന്തോ പ്രശ്നമാണ്. ഫയറെല്ലാം പോണാടാ, ഞാൻ പേടിച്ചു പോയിട്ട്. ബാക്ക് ടു റിയൽ ലൈഫ്. എടാ പത്തി. അപ്പൊ അലീന, ഞാനിപ്പോ എന്താ എനിക്ക് ചെയ്തു കൊടുക്കണ്ടേ? അത് ഞാൻ പറഞ്ഞായിരുന്നു. അതല്ല, മലയാളിയാണ്, അത് പറഞ്ഞോട് മലയാളി. ഒരു മിനിറ്റ് ചന്ദ്ര, ഇറച്ചിയുടെ പടം വല്ല വരുന്നുണ്ട് അവിടെ? ഇറച്ചിയുടെ നോക്കിട്ട് ആളിവിടല്ല. എന്നാ പിന്നെ കിട്ടിയ മനസ്സിലായി. അത് കേട്ടാ അവന് ലീഡർ എത്തോന്ന് അറിയണ്ട. ലീഡർ സ്ഥാനം എന്തായാലും കിട്ടത്തില്ലെന്ന് അറിയാം. കോ ലീഡർ ചത്തിട്ട് വേണം. മറ്റേ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞില്ലല്ലോ ഒരു പ്രൊമോഷന്റെ കാര്യം. കോ ലീഡർ ചത്തോല്ലെന്ന് പറഞ്ഞിട്ട് വേണം അവന് മറ്റേ അച്ഛൻ ചാവാൻ നോക്കി കട്ടിലെടുക്കാൻ നോക്കിയിരിക്കുന്ന പട്ടി. അതവനറിയാം ലീഡർ ചത്തോയില്ലെന്നൊക്കെ വേറെ ആൾക്കാരുണ്ടെന്ന്. അതാണ് കേട്ടാ.
എടാ ബാബോ, നീ ചില സമയത്ത് എന്റെ കൂടെ നിൽക്കുവാണോ എന്നെ ഊക്കുവാണോ എനിക്കെന്നെ അറിഞ്ഞൂടാ. ഞാൻ തന്നെ മൂളി വിടാറുണ്ട് പലവട്ടം. അങ്ങനെയല്ല മുരളി, മുരളിയുടെ കേസ് അങ്ങനെയല്ലേ. അത് വിടാ, ടോപ്പിക് വിട്ടു മുരളി, ബാക്കി സംസാരിക്കാം. ഞാൻ പറയട്ടെ, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്തുവാന്നോ? വാസണ ഒരു ദിവസം എലിയുടെ കൂടെ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. അത് മതി. അതെങ്ങനെ ഹാപ്പി ആയിരിക്കും? ആ കെണ്ട വാ തുറന്നു കഴിഞ്ഞാൽ മുരളിയെ ഉപദ്രവിക്കാനല്ലേ വാ തുറക്കുള്ളൂ. ചില സമയത്തെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങ് പൊളിയോ അലീന, എനിക്ക് പിടിച്ചങ്ങ് ഉടുക്കാൻ തോന്നുന്നു. അതിനെ ചില സമയത്ത് ചന്ത വർത്തനാണ് വാ തുറന്നു കഴിഞ്ഞാ. അയ്യോ എന്റെ അമ്മോ, ഇതേപോലൊരു ചില സമയം ഇത്രയൊക്കെ പറഞ്ഞ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞ മുഖത്ത് നോക്കിയിട്ട് അതാണ് അതാ സഹിക്കാൻ പറ്റാത്ത. അതും എല്ലാം പോട്ടെ, ഈ കണ്ടവന്മാരുമായിട്ട് കമ്പയർ ചെയ്യോ, അതാ പറ്റാത്ത. ഇപ്പൊ കൊറേ പറഞ്ഞായിരുന്നേട്ടാ, എന്നിട്ട് ആ ക്രിസ്ത്യയെ ന്യായീകരിക്കാൻ നോക്കിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും ഈ ഇവൻ മൊണ്ണയാണ്, അത് സത്യമാ. എന്നാലും അവന്റെ മുഖത്ത് നോക്കിയാ അലീന മൊണ്ണയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ അലീന? അവിടെയാണ് സ്നേഹം. അവിടെയാണ് അലീനയുടെ സ്നേഹം പുറത്തു കാണിച്ചത്. മനസ്സിലായ? സത്യം മനസ്സിൽ ഒതുക്കി വെച്ച് സ്വന്തം ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അവനെ വിഷമിപ്പിക്കേണ്ട, ആ സത്യം മനസ്സിലാക്കേണ്ട, അത് മറച്ചു വെച്ച് ബിഹേവ് ചെയ്ത് ഇത്ര നാൾ കൂടെ നിന്നാണ് അലീന ചെയ്തൊരു കാര്യം. മനസ്സിലായ? അതാണ് എല്ലാ പെൺപിള്ളേരും ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കെയറിങ്. അതാണ് മൂത്തക്കിലും മേലെ മൊണ്ണയാന്ന് പറയും. അങ്ങനെ ബാബു, നമ്മളിവിടെ അലീന, ഞാൻ പറയണ സിമ്പിൾ കാര്യം ഇതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കെയറിങ് ഉണ്ട്. അതെനിക്ക് അലീന അടിച്ചു, അലീനല്ല എലിയുടെ സൈഡിൽ നിന്ന് കിട്ടിയാലേ എനിക്ക് തിരിച്ച് അതേപോലെ കൊടുക്കാൻ പറ്റുള്ളൂ.